വെൽക്കം ബാക്ക് ടു സക്സസ് അക്കാഡമീസ് യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് 10th നവംബർ 2022 നടന്ന SSC CPO എക്സാമിൻ്റെ ഷിഫ്റ്റ് 1 ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സെലക്ട് ദ ഓപ്ഷൻ ദാറ്റ് എക്സ്പ്രസ്സസ് ദ ഗിവൺ സെൻറ്റൻസ് ഇൻ പാസീവ് വോയിസ്. അപ്പോൾ നമുക്ക് ആക്റ്റീവ് വോയിസിലാണ് സെൻറ്റൻസ് തന്നിട്ടുള്ളത്, അത് നമ്മൾ പാസീവ് വോയിസ് ആക്കിയിട്ട് മാറ്റണം. ജാക്ക് പ്ലേഡ് ഹൈഡ് ആൻഡ് സീക്ക്. അപ്പോൾ ഈ സെൻറ്റൻസിൽ ജാക്ക് നമ്മുടെ സബ്ജക്റ്റാണ്, ഹൈഡ് ആൻഡ് സീക്കാണ് നമ്മുടെ ഒബ്ജക്റ്റ് വരുന്നത്, പ്ലേഡ് ആണ് നമ്മുടെ വെർബ് വരുന്നത്. അപ്പോൾ ഹൈഡ് ആൻഡ് സീക്ക് നമ്മുടെ സബ്ജക്റ്റ് ആവും, ജാക്ക് ഒബ്ജക്റ്റ് ആവും. അപ്പോൾ ബൈ ജാക്ക് ആയിട്ട് മാറും. ഓൾറെഡി പ്ലേഡ് ആണ് കൊടുത്തിട്ടുള്ളത്, അതുകൊണ്ട് വാസ് പ്ലേഡ് ആണ് വരേണ്ടത്. അതുകൊണ്ട് നമ്മുടെ ആൻസർ വരേണ്ടത് ഓപ്ഷൻ എ ആണ്. ഹൈഡ് ആൻഡ് സീക്ക് വാസ് പ്ലേഡ് ബൈ ജാക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് സിനോണിം ഓഫ് ദ ഗിവൺ വേർഡ്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഈ വേർഡിൻ്റെ സിനോണിം അല്ലെങ്കിൽ സിമിലർ മീനിങ് ഉള്ള വേർഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പ്രോഗ്രസ്. പ്രോഗ്രസ് എന്ന് പറഞ്ഞാൽ പുരോഗതിയാണ്. അപ്പോൾ അതിൻ്റെ സിനോണിം വരുന്നത് ഓപ്ഷൻ എ ആണ്. ഡെവലപ്മെൻ്റ് ആണ് വരുന്നത്. ബാക്കിയല്ല, അതും നിർത്തുക എന്നുള്ളതിൻ്റെയാണ് വരുന്നത്. ഡിമിനിഷ്മെൻ്റ് എന്ന് പറയുമ്പോൾ നിൽക്കുക അല്ലെങ്കിൽ കുറയുക എന്നുള്ളതിനാണ്. ഹോൾട്ട് സ്റ്റോപ്പാണ്. സ്റ്റാഗ്നേഷൻ ഇതുപോലെ സ്റ്റാറ്റിക്കായിട്ട് നിൽക്കുക, അതാണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻറ്റോണിം ഓഫ് ദ അണ്ടർലൈൻഡ് വേർഡ്. അപ്പോൾ നമുക്ക് ഈ സെൻറ്റൻസിൽ ഒരു വേർഡ് അണ്ടർലൈൻ ചെയ്ത് തന്നിട്ടുണ്ട്. അതിൻ്റെ ആൻറ്റോണിം അല്ലെങ്കിൽ ഓപ്പോസിറ്റ് മീനിങ് ഉള്ള വേർഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. മൈ ടീച്ചർ ആസ് മീ ടു കംപ്രസ് ദ ഫയൽ. അതിൽ കംപ്രസ് എന്നുള്ള വാക്കാണ് തന്നിട്ടുള്ളത്. കംപ്രസ് എന്ന് പറഞ്ഞാൽ ചുരുക്കമാണ്. അപ്പോൾ ചുരുക്കണേൻ്റെ ഓപ്പോസിറ്റ് വരുന്നത് വലുതാക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ വരേണ്ടത് ഓപ്ഷൻ സി ആണ്. എൻലാർജ് ആണ് വരുന്നത്. സെർച്ച് അന്വേഷിക്കുകയാണ്. ട്രേസ് എന്ന് പറഞ്ഞാലും അന്വേഷിച്ചെടുക്കണ തന്നെയാണ് നമ്മൾ സാറിന് ട്രേസിങ് പറയുന്നത്. പിന്നെ ടേൺ തിരിയാണ്. അതുകൊണ്ട് നമ്മുടെ ആൻസർ വേണ്ടത് ഓപ്ഷൻ സി എൻലാർജ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻറ്റോണിം ഓഫ് ദ ഗിവൺ വേർഡ്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഈ വേർഡിൻ്റെ ആൻറ്റോണിം അല്ലെങ്കിൽ ഓപ്പോസിറ്റ് മീനിങ് ഉള്ള വേർഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നോവലാണ് നമുക്ക് തന്നിട്ടുള്ള വേർഡ്. നോവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂതനമായതെന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ന്യൂ ആൻഡ് ഒറിജിനൽ, അതാണ് നോവൽ വരുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ ഓപ്പോസിറ്റ് വരുന്നത് ഓപ്ഷൻ സി ആണ്. ട്രഡീഷണൽ ആണ് വരിക നമ്മുടെ ആൻസറായിട്ട്. ഏൻഷ്യൻറ്റിൻ്റെ ഓപ്പോസിറ്റ് വരുന്നത് റീസെൻ്റ് ആണ്. അതിന് നോവൽ ഓപ്പോസിറ്റ് വരില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ട്രഡീഷണൽ ആണ്. നെക്സ്റ്റ് വൺ. സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് മീനിങ് ഓഫ് ദ അണ്ടർലൈൻഡ് ഇഡിയം. അപ്പോൾ നമുക്ക് ഈ സെൻറ്റൻസിൽ ഒരു ഇഡിയം അണ്ടർലൈൻ ചെയ്ത് തന്നിട്ടുണ്ട്. അതിൻ്റെ കറക്റ്റ് മീനിങ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സം കൊളീഗ്സ് അറ്റ് വർക്ക് പ്ലേസ് ആർ റിയലി ഹാർഡ് നട്ട്സ് ടു ക്രാക്ക്. ഹാർഡ് നട്ട്സ് ടു ക്രാക്ക് എന്ന് പറയുകയാണെങ്കിൽ അവരെ കൺവിൻസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരനെയാണ് നമ്മൾ സാധാരണ ഹാർഡ് നട്ട് ടു ക്രാക്ക് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ വരേണ്ടത് ഓപ്ഷൻ ബി ആണ്. ആൻ ഇൻഫ്ലെക്സിബിൾ പേഴ്സൺ ഹൂ ഇസ് ഹാർഡ് ടു കൺവിൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് മീനിങ് ഓഫ് ദ അണ്ടർലൈൻഡ് ഇഡിയം. അപ്പോൾ നമുക്ക് ഈ സെൻറ്റൻസിൽ ഒരു ഇഡിയം അണ്ടർലൈൻ ചെയ്ത് തന്നിട്ട് അതിൻ്റെ കറക്റ്റ് മീനിങ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഹി വാസ് ബീമിങ് ഫ്രം ഇയർ ടു ഇയർ. അപ്പോൾ ഇയർ ടു ഇയർ വരുന്നത് അപ്പോൾ സ്മൈലിംഗ് ആണ്, ബ്രോഡ്ലി സ്മൈൽ ചെയ്യണതിനാണ് നമ്മൾ ബീമിങ് ഇയർ ടു ഇയർ പറയുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. സ്മൈലിംഗ് ബ്രോഡ്ലി ആണ് നമ്മുടെ ആൻസർ വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഓപ്ഷൻ ദാറ്റ് ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ദ അണ്ടർലൈൻ സെഗ്മെൻറ്റ് ഇൻ ദ ഗിവൺ സെൻറ്റൻസ്. അപ്പോൾ നമുക്ക് ഈ സെൻറ്റൻസിൽ അണ്ടർലൈൻ ചെയ്തിട്ട് വേർഡ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് മീനിങ് ഉള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇതിൽ യൂസേജ് കറക്റ്റ് ആണെങ്കിൽ നമുക്കത് മാറ്റേണ്ടി വരില്ല. അല്ലെങ്കിൽ നമുക്ക് ഈ 4 ഓപ്ഷനിൽ ഏതെങ്കിലും ഒരെണ്ണം അവിടെ ഫിക്സ് ചെയ്യണം. ഹീ ഈസ് എ വീക്ക് സ്റ്റുഡൻറ്റ് ആൻഡ് സം ഹൗ പുൾഡ് ഓവർ ദി എക്സാം. പുൾഡ് ഓവർ ഇതൊക്കെ ഫ്രീസൽ വെർബ്സ് ആണ്. പുൾഡ് ഓവറിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ വണ്ടി സൈഡിലേക്ക് നിർത്തില്ലേ, റോഡിൻ്റെ സൈഡിലേക്ക് നിർത്തുന്നതിനെയാണ് നമ്മൾ പുൾ ഓവർ പറയുന്നത്. അതുകൊണ്ട് അവിടെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല. അവിടെ ശരിക്കും മീനിങ് വരുന്നത് വീക്ക് സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് എങ്ങനെയോ എക്സാം കടന്നുപോയി എന്നുള്ളതാണ്. അപ്പോൾ കടന്നുപോയി എന്നുള്ളതിൻ്റെ കറക്റ്റ് ഫ്രേസൽ വെർബ് വരുന്നത് ഓപ്ഷൻ എ ആണ്. പുൾഡ് ത്രൂ ആണ് വരിക. കടന്നു പോവുക, ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനിലൂടെ കടന്നു പോവുക, അതിനെ പുൾഡ് ത്രൂ ആണ് നമ്മൾ പറയേണ്ടത്. പുൾഡ് ഓവർ അവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല. പുൾ ഡൗൺ എന്ന് പറയുമ്പോൾ താഴത്തേക്ക് വലിച്ചിടുക എന്നുള്ളത് തന്നെയാണ് വരുന്നത്. പുൾ അപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ കാറ് സ്റ്റോപ്പ് ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യം നിർത്തുക, സ്റ്റോപ്പ് ചെയ്യുക, അതിനാണ് പുൾ അപ്പ് പറയുന്നത്. പുൾ ടുഗെദർ എന്ന് പറയുമ്പോൾ കാം ഡൗണിനാണ്. അപ്പോൾ നമ്മുടെ ആൻസർ വരേണ്ടത് ഓപ്ഷൻ എ ആണ്. പുൾഡ് ത്രൂ ആണ് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻറ്റോണിം ഓഫ് ദ ഗിവൺ വേർഡ്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഈ വേർഡിൻ്റെ ആൻറ്റോണിം ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. റിഫ് എന്നുള്ള വാക്കാണ് തന്നിട്ടുള്ളത്. അതിൻ്റെ മീനിങ് വരുന്നത് വൈഡ് സ്പ്രെഡ് ആണ്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് വരേണ്ടത് ഓപ്ഷൻ എ ആണ്, സ്കാർസ് ആണ് വരിക, എന്ന് വെച്ചാൽ കുറച്ചുള്ളത്. അതാണ് നമ്മുടെ ആൻസർ വരേണ്ടത്. റൈപ്പ്, പഴുത്തതിനാണ് നമ്മൾ റൈപ്പ് പറയുന്നത്. പോപ്പുലർ എന്ന് പറഞ്ഞാൽ റൈഫിൻ്റെ സിനോണിമാണ്. സെറീൻ, കാമാണ് മീനിങ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ ഇൻകറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഈ 4 വാക്കുകളിൽ ഒരു സ്പെല്ലിങ് നമുക്ക് ഇൻകറക്റ്റ് ആയിട്ടാണ് തന്നിട്ടുള്ളത്. അത് ഏതാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇതിൽ ഓപ്ഷൻ ഡി ആണ് നമുക്ക് ഇൻകറക്റ്റ് ആയിട്ട് തന്നിട്ട്. അതിൻ്റെ കറക്റ്റ് വരുന്നത് PROTEGE. അതിൻ്റെ മീനിങ് വരുന്നത് ആശ്രിതൻ എന്നുള്ളതാണ് മീനിങ് വരുന്നത്. പ്രൈഡ് എന്നുള്ള പറയുമ്പോൾ നമ്മൾ പ്രൈ എന്നുള്ള വാക്കാണ് സൂക്ഷിച്ച് നോക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ED ഫോമാണ് പ്രൈഡ് വരുന്നത്, PRIED. അപ്പോൾ അതിൻ്റെ സ്പെല്ലിങ് കറക്റ്റാണ്. പ്രോഫിറ്റിൻ്റെ മീനിങ് വരുന്നത് സിദ്ധൻ എന്നുള്ളതാണ് പ്രോഫിറ്റിൻ്റെ മീനിങ് വരുന്നത്. പ്രോഡിജി എന്ന് പറയുമ്പോൾ ഇതുപോലെ ഹൈലി ടാലൻറ്റഡ് പേഴ്സണിനെയാണ് നമ്മൾ പ്രോഡിജി പറയുന്നത്. നെക്സ്റ്റ് വൺ, സെലക്ട് ദ ഓപ്ഷൻ ദാറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ദ ബ്രാക്കറ്റഡ് വേർഡ് സെഗ്മെൻറ്റ് കറക്റ്റ്ലി ആൻഡ് കംപ്ലീറ്റ്സ് ദ സെൻറ്റൻസ് മീനിങ്-ഫുള്ളി. അപ്പോൾ നമുക്ക് ബ്രാക്കറ്റിൽ തന്നിട്ടുള്ളതിന് പകരം നമുക്ക് യൂസ് ചെയ്യേണ്ടത് ഏതാണെന്നുള്ളതാണ് ഓപ്ഷൻ എന്ന് കണ്ടുപിടിക്കേണ്ടത്. മന്ഥൻ ആൻഡ് പ്രണവ് സാങ് ടുഗെദർ ഇൻ എ കൺസേർട്ട്. അപ്പോൾ സോങ് ആയതുകൊണ്ട് സാങ് ആണ് അവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ സാങ്ങിന് സിമിലർ ആയിട്ടുള്ള ഏതെങ്കിലും ആണ് നമ്മളവിടെ യൂസ് ചെയ്യേണ്ടത്. ഇനൻസിയേറ്റ്, ആർട്ടിക്കുലേറ്റ് ഒക്കെ വരും, നമ്മൾ സ്പീച്ച് പറയുമ്പോൾ യൂസ് ചെയ്യുന്നതാണ്. അത് നമുക്ക് സോങ് പാടുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അത് രണ്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. എൻജോയിൻഡ് എന്നുള്ള പറയുന്നത് കൽപ്പിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് അതും യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ സോങ് ഒക്കെ ആകുമ്പോൾ നമ്മൾ പാടുക, ആലപിക്കുക എന്നുള്ളതല്ലേ വരേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ വരേണ്ടത് ഓപ്ഷൻ എ ആണ്, ചാൻറ്റഡ് ടുഗെദർ ഇൻ എ ഷോ ആണ്. അപ്പോൾ സാങ്ങിന് പകരം ചാൻറ്റഡ് മാത്രമേ നമുക്കവിടെ യൂസ് ചെയ്യാൻ പറ്റുന്നതുള്ളൂ. നെക്സ്റ്റ് വൺ, സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് മീനിങ് ഓഫ് ദ ഗിവൺ ഇഡിയം. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഇഡിയമിൻ്റെ കറക്റ്റ് മീനിങ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എറ്റ് സി എന്നുള്ളതാണ് വന്നിട്ടുള്ളത്. എറ്റ് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിനുള്ളതിനെയാണ്, കൺഫ്യൂസ് അല്ലെങ്കിൽ പസിൽഡിനെയാണ് നമ്മൾ എറ്റ് സി പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, എറ്റ് എ ലോസ് ഓർ പെർപ്ലെക്സ്ഡ് അല്ലെങ്കിൽ കൺഫ്യൂസ്ഡ് ആണ് നമുക്ക് വരുന്നത്. ഒബ്സലീറ്റ് എന്ന് പറയുമ്പോൾ ഔട്ട് ഓഫ് ഡേറ്റ് എന്നുള്ളതാണ്, അതല്ല നമ്മുടെ ആൻസർ വരിക. നെക്സ്റ്റ് വൺ, സെലക്ട് ദ സെൻറ്റൻസ് ദാറ്റ് യൂസസ് ദ ഇഡിയം കറക്റ്റ്ലി. അപ്പോൾ നമുക്കൊരു ഇഡിയം മെയിൽ തന്നിട്ടുണ്ട്. അതിൻ്റെ കറക്റ്റ് മീനിങ്, കറക്റ്റ് യൂസേജ് ഏത് സെൻറ്റൻസിലാണെന്നുള്ളതാണ്. നമുക്ക് തന്നിട്ടുള്ള ഇഡിയം അണ്ടർ ദ വെതർ ആണ്. അണ്ടർ ദ വെതർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലൈറ്റ്ലി ഇല്ലെന്നാണ് അതിൻ്റെ മീനിങ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ വരേണ്ടത് ഓപ്ഷൻ സി ആണ്. ഷീ മിസ് ദി എക്സാം ആസ് ഷീ ഫെൽറ്റ് അണ്ടർ ദ വെതർ. അപ്പോൾ അസുഖം ഉള്ളതുകൊണ്ട് ക്ലാസ് മിസ്സായി എന്നുള്ളതല്ലേ അവിടെ വരുന്നത്. അപ്പോൾ അണ്ടർ ദ വെതറിൻ്റെ മീനിങ് വരുന്നത് സ്ലൈറ്റ്ലി സിക്കാണ്. അതുകൊണ്ട് തന്നെ ബാക്കി 3 ഓപ്ഷനിൽ അത് യൂസ് ചെയ്തിരിക്കുന്നതും ഇൻകറക്റ്റാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ ഇൻകറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഈ 4 വാക്കുകളിൽ ഒരെണ്ണം സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയിട്ടാണ് തന്നിട്ടുള്ളത്. അതേതാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിൽ ഓപ്ഷൻ ബി ഓസ്ട്രസൈസ് ആണ് നമുക്ക് തെറ്റിച്ച് തന്നിട്ടുള്ളത്. അതിൻ്റെ കറക്റ്റ് സ്പെല്ലിംഗ് വരുന്നത് OSTRACISE, ഓസ്ട്രസൈസ്. ഓസ്ട്രസൈസിൻ്റെ മീനിങ് എക്സൈലാണ്, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കുക എന്നുള്ളതിനെയാണ് നമ്മൾ ഓസ്ട്രസൈസ് പറയുന്നത്. ഇൻപോവറിഷ് എന്ന് പറയുമ്പോൾ പുവർ എന്നുള്ളതാണ് മീനിങ് വരുന്നത്. നെസസിറ്റേറ്റ് എന്ന് പറയുമ്പോൾ ടു മേക്ക് ഇറ്റ് നെസസറി, ആവശ്യമാക്കുക, അതാണ് നെസസിറ്റേറ്റ് വരുന്നത്. ഗ്രാൻഡ്യൂർ എന്ന് പറയുമ്പോൾ ഇതുപോലെ സ്പ്ലെൻഡർ അല്ലെങ്കിൽ ഇംപ്രസീവ്, അതാണ് മീനിങ് വരുന്നത്. നെക്സ്റ്റ് വൺ, സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഓപ്ഷൻ ദാറ്റ് ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ദ അണ്ടർലൈൻ സെഗ്മെൻറ്റ് ഇൻ ദ ഗിവൺ സെൻറ്റൻസ്. അപ്പോൾ നമുക്ക് ഈ സെൻറ്റൻസിൽ കുറച്ച് വേർഡ്സ് അണ്ടർലൈൻ ചെയ്ത് തന്നിട്ടുണ്ട്. അതിനെ പറ്റിയ കറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ടാണ് നമുക്ക് ഓപ്ഷൻ എന്ന് കണ്ടുപിടിക്കേണ്ടത്. ദ സ്റ്റോറി ഡിഡ് നോട്ട് ഗോ ബൈ വെൽ ഇനഫ്. അവിടെ ശരിക്കും സ്റ്റോറി ശരിക്കും മനസ്സിലായില്ല എന്നുള്ളത് മീനിങ് ആണ് വരുന്നത്. അതുകൊണ്ട് ഗോ ബൈ എന്ന് പറയുമ്പോൾ ജസ്റ്റ് പാസ് ചെയ്യുക എന്നുള്ള മീനിങ് മാത്രമേ വരുന്നുള്ളൂ. അവിടെ നമ്മുടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഗോ ഡൗൺ ആണ് വരേണ്ടത്.
ടു അണ്ടർസ്റ്റാൻഡ് എന്നുള്ളതിൻ്റെ കറക്റ്റ് ഫ്രേസൽ വെർബ് വരുന്നത് ഗോ ഡൗൺ ആണ്. ഗോ ത്രൂ എന്ന് പറയുമ്പോൾ കടന്നു പോകുക എന്നുള്ളതാണ്. അതും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ഗോ ഓഫ് നമ്മൾ സാധാരണ പറയുന്നത് എക്സ്പ്ലോഷനെയാണ് നമ്മൾ ഗോ ഓഫ് പറയുന്നത്. അതുകൊണ്ട് അതും യൂസ് ചെയ്യാൻ പറ്റില്ല. ഗോ ഇൻ ടു എന്ന് പറയുമ്പോഴും എന്തിൻ്റെങ്കിലും ഉള്ളിലേക്ക് പോകുമ്പോഴാണ് ഗോ ഇൻ ടു യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ഗോ ഡൗൺ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഇഡിയം ദാറ്റ് ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ദ ഇറ്റാലിസൈസ്ഡ് വേർഡ്സ് ഇൻ ദ ഗിവൺ സെൻറ്റൻസ്. അപ്പോൾ നമുക്ക് ഈ സെൻറ്റൻസിൽ ഇറ്റാലിക്സിൽ കുറച്ച് വാക്കുകൾ തന്നിട്ടുണ്ട്. അപ്പോൾ അതിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ കറക്റ്റ് ഇഡിയമാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. You get a good and comprehensive idea of the town from the clock tower situated in the center of the town. അപ്പോൾ ഗുഡ് ആൻഡ് കോംപ്രിഹെൻസീവ് ഐഡിയ എന്നൊക്കെ പറയുമ്പോൾ ഒരു ജനറൽ വ്യൂ ആണ്. ജനറൽ വ്യൂവിൻ്റെ കറക്റ്റ് ഇഡിയം വരുന്നത് ഓപ്ഷൻ സി ആണ്. ബേർഡ്സ് ഐ വ്യൂ ആണ് നമ്മുടെ ആൻസർ വരുന്നത്. ഇനി എങ്ങാനും നമുക്ക് ഒരു സ്ഥലത്തേക്ക് മാത്രം ഒറ്റ പോയിന്റിലേക്ക് മാത്രം നോക്കുന്നതാണെങ്കിൽ അതിന് നമ്മൾ ടണൽ വിഷൻ ആണ് പറയേണ്ടത്. പക്ഷേ ഇതെന്ന് പറയുമ്പോൾ ജനറൽ വ്യൂ ആയതുകൊണ്ട് തന്നെ ബേർഡ്സ് ഐ വ്യൂ ആണ് നമ്മുടെ ആൻസർ വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഓപ്ഷൻ ദാറ്റ് ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ദ ഗിവൺ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള സെൻറ്റൻസിന് പകരം യൂസ് ചെയ്യാൻ പറ്റിയ വൺ വേർഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ദ ആക്ഷൻ ഓർ ഒഫൻസ് ഓഫ് സ്പീക്കിംഗ് സാക്രിലീജിയസ്ലി അബൌട്ട് ഗോഡ് ഓർ സീക്രട്ട് തിങ്സ്. അപ്പോൾ ദൈവനിന്ദ അതിനെ പറ്റിയൊരു വൺ വേർഡാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ബ്ലാസ്ഫെമി ആണ് നമ്മുടെ ആൻസർ വരിക. ഇറവറൻസ് എന്ന് പറയുമ്പോൾ ഇതുപോലെ ബാഡ്ലി സ്പീക്കിംഗ് അബൌട്ട് ഒഫീഷ്യൽസ് ആണ്. അവിടെ ഗോഡ് അല്ല, ഒഫീഷ്യൽ അല്ലെങ്കിൽ ഒരു അതോറിറ്റീനെ പറ്റിയിട്ട് മോശമായിട്ട് പറയുന്നതിനെയാണ് നമ്മളിതുപോലെ ഇറവറൻസ് പറയുന്നത്. റിനൗൺസിയേഷൻ എന്നുള്ള പറയുമ്പോൾ നമ്മൾ വിശ്വസിച്ചിരുന്ന ഒരു കാര്യം നമ്മൾ പബ്ലിക്കലി വേണ്ടാന്ന് വെക്കുക, അതിനെയാണ് നമ്മൾ റിനൗൺസിയേഷൻ പറയുന്നത്. കണ്ടാമിനേഷൻ്റെ മീനിങ് വരുന്നത് മലിനീകരണമാണ്. അതുകൊണ്ട് നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻറ്റോണിം ഓഫ് ദ അണ്ടർലൈൻഡ് വേർഡ് ഇൻ ദ ഗിവൺ സെൻറ്റൻസ്. അപ്പോൾ നമുക്ക് ഈ സെൻറ്റൻസിൽ ഒരു വേർഡ് അണ്ടർലൈൻ ചെയ്ത് തന്നിട്ടുണ്ട്. ആ വേർഡിൻ്റെ ആൻറ്റോണിം അല്ലെങ്കിൽ ഓപ്പോസിറ്റ് മീനിങ് ഉള്ള വേർഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. Jason was sent to school in England where he excelled academically and developed an interest in theatre and writing. അപ്പോൾ എക്സൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ബി എക്സ്ട്രീംലി ഗുഡ് അറ്റ് സംതിങ് ആണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ഓപ്പോസിറ്റ് വരേണ്ടത് ഓപ്ഷൻ ഡി ആണ്, ഫെയിൽഡ് ആണ് വരേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ ഓപ്ഷൻ ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ദ ഗിവൺ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഈ സെൻറ്റൻസിന് പകരം യൂസ് ചെയ്യാൻ പറ്റിയ വൺ വേർഡാണ് നമുക്ക് ഓപ്ഷനിൽ നിന്ന് സെലക്ട് ചെയ്തെടുക്കേണ്ടത്. ട്രീറ്റ് വിത്ത് എ വാക്സിൻ യൂഷ്വലി ബൈ ഇഞ്ചെക്ഷൻ ടു പ്രൊമോട്ട് ഇമ്മ്യൂണിറ്റി എഗെയിൻസ്റ്റ് എ ഡിസീസ്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഇനോക്കുലേറ്റ് ആണ് നമ്മുടെ വേർഡ് വരുന്നത്. ഇന്നുവെൻറ്റോ എന്ന് പറയുമ്പോൾ കുറ്റപ്പെടുത്തുക എന്നുള്ളതാണ് മീനിങ് വരുന്നത്. ഇന്യൂമറേറ്റ് എന്ന് പറയുമ്പോൾ എണ്ണുക എന്നുള്ളതാണ് മീനിങ് വരുന്നത്. ഇന്നോവേറ്റ് നവീകരിക്കലാണ്. അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഇനോക്കുലേറ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ ഓപ്ഷൻ ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ദ ഗിവൺ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള വേർഡ്സിന് പകരം യൂസ് ചെയ്യാൻ പറ്റിയ വൺ വേർഡാണ് നമുക്ക് ഓപ്ഷനിൽ നിന്ന് ചൂസ് ചെയ്തെടുക്കേണ്ടത്. വൺ ഹൂ നോസ് ഓൾ തിങ്സ്, എല്ലാം അറിയുന്ന ആൾ. അതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, ഓംനിസെൻ്റ് ആണ് നമ്മുടെ ആൻസർ വരുന്നത്. ഓംനി പൊട്ടൻ എന്ന് പറയുമ്പോൾ വെരി പവർഫുൾ എന്നുള്ളതാണ് മീനിങ് വരുന്നത്. ഒലിഗാർക്കി എന്ന് പറയുമ്പോൾ മൾട്ടിപ്പിൾ പീപ്പിളായിട്ടൊരു ഗവർണൻസ് നടത്തുമ്പോൾ, ഗവർണൻസ് ബൈ മൾട്ടിപ്പിൾ പീപ്പിൾ, അതിനെയാണ് നമ്മൾ ഒലിഗാർക്കി പറയുന്നത്. ഓസ്ട്രസൈസ് ഒരു സ്ഥലത്തു നിന്ന് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒരാളെ പുറത്താക്കുക, അതിനെയാണ് നമ്മൾ ഓസ്ട്രസൈസ് പറയുന്നത്. നെക്സ്റ്റ് വൺ, സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് സിനോണിം ഓഫ് ദ ഗിവൺ വേർഡ്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ആ വേർഡിൻ്റെ സിനോണിം അല്ലെങ്കിൽ സിമിലർ മീനിങ് ഉള്ള വേർഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ലീത്തൽ എന്നുള്ളതാണ്. ലീത്തലിൻ്റെ മീനിങ് വരുന്നത് മാരകമായതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ഡെഡ്ലി ആണ് വരുന്നത്. ഡ്രൗസി എന്ന് പറയുമ്പോൾ നമ്മൾ ഉറക്കം തൂങ്ങിയിരിക്കണതിനെയാണ് നമ്മൾ ഡ്രൗസി പറയുന്നത്. നോയ്സി, ശബ്ദം ബഹളത്തിനെയാണ് നമ്മൾ നോയ്സി പറയുന്നത്. സ്ലൈമി ഇതുപോലെ ഒട്ടുന്നത്, അതിനെയാണ് സ്ലൈമി പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഓപ്ഷൻ ടു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. അപ്പോൾ നമുക്ക് ഈ സെൻറ്റൻസിൽ ഒരു ബ്ലാങ്ക് തന്നിട്ടുണ്ട്. അതിന് പകരം യൂസ് ചെയ്യാൻ പറ്റിയൊരു ഇഡിയം, നമുക്ക് 4 ഇഡിയംസ് ആണ് ശരിക്കും തന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ യൂസ് ചെയ്യാൻ പറ്റിയൊരു ഇഡിയം ആണ് നമ്മളതിന് ചൂസ് ചെയ്തെടുക്കേണ്ടത്. ആഫ്റ്റർ എ ടയറിംഗ് ഡേ ദ വർക്കേഴ്സ് ഡിസൈഡഡ് ടു ഡാഷ്
ടു റീസ്റ്റോർ ദെയർ എനർജി. അപ്പോൾ ഒരു ടയറിങ് ഡേയിന് ശേഷം അവർ എനർജി റീസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് അവരെന്തോ ചെയ്യാൻ പോവാണ്. അപ്പോൾ സാധാരണ നമ്മൾ എനർജി റീസ്റ്റോർ ചെയ്യണമെങ്കിൽ നമ്മളൊരു ഷോർട്ട് നാപ്പ് എടുക്കുക അല്ലെങ്കിൽ ചെറുതായിട്ട് ഉറങ്ങുക, അതാണല്ലോ നമ്മൾ ചെയ്യുക. അപ്പോൾ അതിന് പറ്റിയ ഇഡിയമാണ് നമുക്ക് അതിന് ചൂസ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ഹിറ്റ് ദ സാക്കാണ്. ഹിറ്റ് ദ സാക്കാണ് അതിൻ്റെ ഇഡിയമിൻ്റെ മീനിങ് വരുന്നത് സ്ലീപ്പാണ് വരുന്നത്. ഹാവ് ആൻ ആക്സ് ടു ഗ്രൈൻഡ് എന്നുള്ള പറയുമ്പോൾ ഹാവ് ആൻ അൾട്ടീരിയർ മോട്ടീവാണ്, ഒരു സെൽഫിഷ് മോട്ടീവ് ഉള്ളതിനെയാണ് നമ്മൾ ഹാവ് ആൻ ആക്സ് ടു ഗ്രൈൻഡ് പറയുന്നത്. പുട്ട് എ സ്പോക്ക് ഇൻ ദ വീൽ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യം തടസ്സപ്പെടുത്തുക എന്നുള്ളതുമാണ്. ബ്രിങ് ടു ബുക്ക് എന്ന് പറയുമ്പോൾ ടു പണിഷ് ആണ്. അതുകൊണ്ട് നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ഹിറ്റ് ദ സാക്കാണ് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ ഓപ്ഷൻ ദാറ്റ് എക്സ്പ്രസ്സസ് ദ ഗിവൺ സെൻറ്റൻസ് ഇൻ ആക്റ്റീവ് വോയിസ്. അപ്പോൾ നമുക്ക് ഒരു സെൻറ്റൻസ് പാസീവ് വോയിസിലായിട്ടാണ് തന്നിരിക്കുന്നത്. അതിൻ്റെ കറക്റ്റ് ആക്റ്റീവ് വോയിസ് ഏതാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ദ വില്ലൻ ഓഫ് ദ പ്ലേ വാസ് ഹേറ്റഡ് ബൈ ദി ഓഡിയൻസ്. അപ്പോൾ ബൈ ദി ഓഡിയൻസ് ആയതുകൊണ്ട് ഓഡിയൻസ് നമ്മുടെ സബ്ജക്റ്റ് ആവും, വില്ലൻ എന്നുള്ളത് നമ്മുടെ ഒബ്ജക്റ്റ് ആവും. ഹേറ്റഡ് ആണ് നമ്മുടെ വർക്ക് വരുന്നത്. വാസ് ഹേറ്റഡ് ആയതുകൊണ്ട് അത് ഹേറ്റഡ് ആയിട്ട് തന്നെയാണ് വരേണ്ടത്. അതുകൊണ്ട് നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, ദ ഓഡിയൻസ് ഹേറ്റഡ് ദ വില്ലൻ ഓഫ് ദ പ്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് മീനിങ് ഓഫ് ദ അണ്ടർലൈൻഡ് ഇഡിയം. അപ്പോൾ നമുക്ക് ഈ സെൻറ്റൻസിൽ ഒരു ഇഡിയം അണ്ടർലൈൻ ചെയ്ത് തന്നിട്ടുണ്ട്. അതിൻ്റെ കറക്റ്റ് മീനിങ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈവൻ വെൻ ദ ചൈൽഡ് അക്യൂസ് ദ റിലേറ്റീവ് ഓഫ് ഇൻഅപ്രോപ്രിയേറ്റ് ബിഹേവിയർ, the parents continued to play perfect host at the party instead of addressing the elephant in the room. അപ്പോൾ ദി എലിഫൻറ്റ് ഇൻ ദ റൂമിൻ്റെ മീനിങ് പറയുന്നത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യം പക്ഷെ നമ്മളത് ഒളിച്ച് വെക്കുന്നതാണ്. അതിനാണ് എലിഫൻറ്റ് ഇൻ ദ റൂം എന്നുള്ള പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, എ ബിഗ് പ്രോബ്ലം എവ്രി വൺ ഇസ് ഇഗ്നോറിങ് ഓർ എഫ്രെയ്ഡ് ടു ടോക്ക് അബൌട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ ഓപ്ഷൻ ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ദ ഗിവൺ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള വേർഡ്സിന് പകരം യൂസ് ചെയ്യാൻ പറ്റിയൊരു വൺ വേർഡാണ് നമുക്ക് ചൂസ് ചെയ്തെടുക്കേണ്ടത്. എ ഗ്രൂപ്പ് ഓഫ് വർഷിപ്പേഴ്സ്. എ ഗ്രൂപ്പ് ഓഫ് വർഷിപ്പേഴ്സിന് നമ്മൾ പറയുന്നത് കോൺഗ്രഗേഷൻ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. പോസ് എന്ന് പറയുമ്പോൾ എ ഗ്രൂപ്പ് ഓഫ് വർക്കേഴ്സാണ്. കാരവൻ എന്ന് പറയുമ്പോൾ എ ഗ്രൂപ്പ് ഓഫ് ട്രാവലേഴ്സാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ ട്രാവലിംഗ് വെഹിക്കിളിനെയും കാരവാൻ എന്ന് വിളിക്കുന്നത്. കോൺസ്റ്റലേഷൻ പറയുന്നത് എ ഗ്രൂപ്പ് ഓഫ് സ്റ്റാർസാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് മീനിങ് ഓഫ് ദ ഗിവൺ ഇഡിയം. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഇഡിയമിൻ്റെ കറക്റ്റ് മീനിങ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ടു സ്റ്റാൻഡ് വൺസ് ഗ്രൗണ്ട്. ടു സ്റ്റാൻഡ് വൺ ഗ്രൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ് കറക്റ്റ് മീനിങ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, ടു മെയിൻറ്റെയിൻ വൺസ് പൊസിഷനാണ് നമ്മുടെ ആൻസർ വരുന്നത്. ഇത്രയും ക്വസ്റ്റ്യൻസാണ് ഈ ഷിഫ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.